ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ത്രെഡ് മാജിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 8ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ 7 സ്റ്റിച്ചുകൾ പഠിച്ചു കഴിഞ്ഞു. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേര് കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ്. ഇതിനെ കാസ്റ്റ് ഓൺ എന്നും ബ്രസീലിയൻ എംബ്രോയിഡറി അങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ സ്റ്റിച്ചിനെ. ഇത് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഇതുവരെയുള്ള സ്റ്റിച്ചുകൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇന്നലെ നമ്മൾ പഠിച്ച ബുള്ളിയൻ സ്റ്റിച്ചിനെ പോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ പാറ്റേൺ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസൈനായിട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്യുന്നവരുടെ ഫേവറേറ്റ് സ്റ്റിച്ചുകളിലൊന്നാണ് ഈ കാസ്റ്റ് ഓൺ സ്റ്റിച്ചും. ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുമെന്നേ ഉള്ളൂ. ബുള്ളിയനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ആദ്യം തന്നെ എല്ലാ ദിവസത്തെയും പോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രെയിം ഇടാം. ഇന്ന് ഞാൻ വുഡിൻ്റെ ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. ഈ ചെറിയൊരു പീസ് അടിയിൽ കൊടുത്തിട്ട് ഈ ഒരു പീസ് ഫ്രണ്ടിൽ കൊടുക്കാം. ഫ്രെയിം ഇടാനൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ, ഫ്രെയിം ഇട്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് ഫ്രെയിം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട നൂലെടുക്കുകയാണ്. ഞാനിവിടെ ഇന്ന് ഒരു ഡബിൾ ഷെയ്ഡ് നൂലാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ ഷെയ്ഡ് പിങ്ക് കളർ നൂലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിന് കട്ട് ചെയ്തിട്ട് ഇതിനും വലിയ സൂചിയാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ആദ്യത്തെ ദിവസം ഞാൻ പരിചയപ്പെടുത്തിയില്ലേ ഒരു വലിയ സൂചി, അതായത് ഇന്നലെ ബുള്ളിയൻ ചെയ്ത സൂചി തന്നെയാണ് ഇതിനും ആവശ്യം. ഓക്കെ, കെട്ടിടുന്നതും എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി സ്റ്റിച്ച് തുടങ്ങുകയാണ്. ആദ്യം ബുള്ളിയൻ്റെയൊക്കെ ഒരു പാറ്റേൺ ആണേ. അടിയിൽ നിന്ന് കുത്തി എടുത്തിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ നിന്ന് കുത്തി ഇതിൻ്റെ മൂട്ടിലേക്ക് എടുക്കണമെന്ന്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ബുള്ളിയൻ ചെയ്യുന്നത് പോലെ ഇടത് കൈ കൊണ്ട് സൂചിയെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ നൂലിനെ കെട്ടിട്ടാണ് പോവേണ്ടത്. കണ്ടോ, ഇങ്ങനെ ലോക്കിട്ടാണ് പോവേണ്ടത്. തിരിച്ച് ലോക്ക് കണ്ടോ, ഈ പൂവൊക്കെ കെട്ടുന്നത് പോലെ ഇങ്ങനെ ലോക്കിട്ടാണ് പോകുന്നത്. കണ്ടോ, ഇതാണ് കുറച്ച് സമയം എടുക്കുമെന്നും കുറച്ച് ടഫാണെന്നും പറഞ്ഞത്. ബുള്ളിയനാണെങ്കിൽ നമുക്ക് വെറുതെ ചുറ്റിപ്പോയാൽ മതി. ഇത് വന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കണം. കണ്ടോ, സമയമെടുത്ത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നല്ല സ്പീഡായിട്ട് തന്നെ ചെയ്യാം. പെട്ടെന്ന് കെട്ട് വീഴും, കുരുങ്ങിപ്പോകും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അത് വളരെ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് നമുക്കവിടെ കിട്ടുന്നത്. കണ്ടോ, ഇതിൻ്റെ ഫ്ലവറൊക്കെ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. കണ്ടോ, ഈ അഡീഷണലായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഒരു നൂല് കയറി വരൂലേ, അത് അടിയിൽ പോകുന്നത് വരെ നമ്മൾ ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കണം. സൂചി എടുത്തു, മൂട്ടിലോട്ടെടുത്തു, അങ്ങനെ വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഉണ്ടോ ഇങ്ങനെ ഇതിനെ ഇങ്ങനെ നൂലിനെ ഇങ്ങനെ പിടിച്ചു തിരിച്ചു, ഇങ്ങനെ പിടിച്ച് തിരിച്ചിടണം. കണ്ടോ,
ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീണ്ടും കുത്തി. ഇനി 2 സൂചി ഉപയോഗിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് ഇവിടെ നിന്ന് കുത്തി ഇങ്ങോട്ട് എടുത്തിട്ട്, ഇനി നമ്മൾ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എതളിന് കട്ടി കൂടുതൽ വേണമെങ്കിൽ കണ്ടോ, ഈ ഒരു സൂചി എടുത്ത് ഇതിനൊപ്പം ഒന്ന് കുത്തി വെച്ചിട്ട് ഈ 2 സൂചി ഇങ്ങനെ വെച്ചിട്ട് 2 സൂചിയിലൂടെയും ഇങ്ങനെ ചുറ്റണം. അപ്പോൾ ഇതിൻ്റെ എതളിൻ്റെ ഒരു കട്ടി കൂടുതൽ വീതി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 സൂചി ഉപയോഗിക്കുന്നത്. സൂചി ഉപയോഗിക്കാം, സ്ട്രോ ഉപയോഗിക്കാം, ടൂത്ത് പിക്ക് ഉപയോഗിക്കാം. കണ്ടോ? അപ്പോൾ അതിനനുസരിച്ച് ഈ ബഡ്സിൻ്റെ സ്റ്റെമ്മില്ലേ, അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം വണ്ണത്തിന് കിട്ടും ഇതള്. കണ്ടോ? ഇതിനേക്കാളും വണ്ണത്തിന് 2 സൂചി വെച്ചപ്പോൾ ഇത്തിരി കൂടെ ഇതായിട്ട് കിട്ടി. ഒന്നും കൂടെ സൂചി വെച്ചിട്ടുള്ളതൊന്നും കൂടെ ചെയ്യണേ. ഒന്നുകിൽ വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, അല്ലെങ്കിൽ കുത്തി വെക്കാം. എന്താ, മെല്ലെ വലിച്ചാൽ മതി. കണ്ടോ? ഇത് മെല്ലെ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് മെല്ലെ വലിക്കുമ്പോൾ കണ്ടോ, അകത്ത് മെല്ലെ ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അകത്ത് ഇത് പോയിന്ന് കണ്ടോ. അകത്ത് എക്സ്ട്രാ വന്ന ആ നൂല് അടിയിലോട്ട് പൊക്കോളും. ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്ത് പഠിക്കേണ്ട ഒരു സ്റ്റിച്ചാണ്. കുറച്ച് ടൈം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ വരുമ്പോൾ. ഇത് കുറച്ച് കട്ടിക്ക് ചെയ്യുമ്പം വേറൊരു ഭംഗിയാണ്, സിമ്പിളായിട്ട് ചെറുതായിട്ട് ചെയ്യുമ്പോൾ അത് വേറൊരു ഭംഗിയാണ്. 2 സ്റ്റിച്ച് നമുക്ക് ഡിസൈനിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ. ഇതിങ്ങനെ ഓരോ ഇതളായിട്ട് കാണുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഡിസൈനിൽ എങ്ങനെ ആയി വരുമെന്നുള്ളതിന് നമുക്കൊരു ഐഡിയ
കിട്ടൂല. പക്ഷേ ഡിസൈൻ ഇത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കതിനെ ഒന്ന് ഫ്ലവർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം. ഓരോ ലൈന് വരച്ചിട്ട് ഓരോ ഇതളായിട്ട് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ എടുത്തു, തിരിച്ച് ഇതിൻ്റെ മൂട്ടിലേക്ക് കുത്തി, ചെറുത് കാണിക്കണേ, എക്സ്ട്രാ സൂചി വെക്കാത്തത് കാണിക്കാം. ഉണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് കട്ടി കൂടി ഇച്ചിരി കൂടെ കട്ടിയുള്ള സൂചിയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ സൂചി വെക്കേണ്ട ആവശ്യം വരില്ല. കുറച്ചുകൂടെ കട്ടിക്കായിട്ട് കിട്ടും. ഉണ്ടോ? സ്പീഡിന് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ഉള്ളവർക്ക് സ്പീഡിന് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളാണ്. പെട്ടെന്ന് നമ്മൾ കണ്ട ഉടനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. മറ്റുള്ള സ്റ്റിച്ചുകളെ പോലെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുമെങ്കിലും നമുക്ക് ചെയ്ത് ഒപ്പിക്കാനായിട്ട് പാടാണ്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയുള്ളൂ. നമുക്ക് ചെയ്ത് നല്ല സ്പീഡിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെയ്ത് നല്ല സ്പീഡിന് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക, പതിയെ വലിച്ചെടുക്കുക. ഇങ്ങനെയെങ്കിൽ കുരുക്കൊന്നും വീഴത്തില്ല. ഉണ്ടോ? ഫിനിഷിങ്ങിൽ കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് കാസ്റ്റ് ഓൺ. എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ചാണ് പഠിച്ചത്. ഇത് കുറച്ച് സമയം എടുക്കുന്ന സ്റ്റിച്ചാണെങ്കിലും എല്ലാവരും സമയം കണ്ടെത്തി ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ക്ലാസ്സുമായി കാണാം. ബൈ.